ിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി. താൻ ആരുടെ കേസും കൊണ്ടാ വന്നിരിക്കുന്നത്? കല്യാണാലോചനയായിട്ട് വന്നതല്ല. പുറത്ത് പറയാൻ പോലും നാണക്കേട് തോന്നുന്നു. 10,000-കണക്കിന് വിവാഹങ്ങൾ നടത്തി കൊടുത്തിട്ടുള്ള ആളായി ഭാർഗവൻ പിള്ള. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ മോൾക്കൊരു കല്യാണാലോചന വന്നപ്പോ അത് അലസിപ്പോയോ? അല്ല, അവളെ കാണാതായി. സംഗതി ഏതാണ്ട് ഉറപ്പിച്ചതാ. കുട്ടി എവിടെയാണ് പോയിരിക്കുന്നതെന്ന് അറിയാമോ? അതറിയാമെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണോടേ. പോയിട്ട് ഒരാഴ്ചയായി, ഒരു പിടിയില്ല. ആ, എന്നിട്ട് ഇതുവരെ പത്രത്തിലൊന്നും കൊടുത്തില്ലേ? വിവരം പത്രത്തിൽ വന്ന എന്റെ പണി അത് ബാധിക്കില്ലേ? ഒളിച്ചോടിപ്പോയ പെണ്ണിന്റെ തന്തയാ ബ്രോക്കർ എന്ന് ജനം അറിഞ്ഞാലോ? അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു തരണം. പ്രതിഫലം എത്ര വേണമെങ്കിലും തരാട്ടോ. കുട്ടിയുടെ ഫോട്ടോ വല്ലതും ഉണ്ടാവുക? ഉണ്ടല്ലോ, തരാം. കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാതാകാറുണ്ടോ? അങ്ങനെയില്ല. ആഴ്ചയിൽ ഒരു ദിവസം കാലത്ത് 10 മണിക്ക് പോയാ പിന്നെ രാത്രി 10 മണിക്കേ വരുള്ളൂ. അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടാവോ? ഇല്ല അല്ലേ? ഇതാ, എന്താ ഇത്? ഇത് കുറച്ച് പണാ, അഡ്വാൻസാ. ഞാൻ ഏത് കാര്യത്തിനും ആദ്യം അഡ്വാൻസ് കൊടുക്കും. അതെന്റെ ഒരു വീക്ക്നെസ്സാ. വീക്ക്നെസ് മാറ്റി നോക്കൂ. അങ്ങനെ വീക്ക്നെസ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഇല്ലല്ലേ? എന്തായി നോക്കണേ? ഞാൻ അങ്ങയുടെ കാല് പിടിക്കാനാ. ഹേയ്, കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങള് ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നു. എന്നാ പിന്നെ ഞാൻ വരട്ടെ. ശരി ഏട്ടാ, ശരി. നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന കേസാണ്, ആദ്യമായിട്ട് കിട്ടുന്ന കാശാണ്. കോവിലൊരു വഴിപാട് നടത്തണം. നമ്മുടെ സാമർഥ്യം ഋഷി സാറിനെ മനസ്സിലാക്കിക്കാൻ ഏറ്റവും നല്ല സന്ദർഭം. എന്നാ താമസിക്കണ്ട, ഗണപതിക്ക് ഒരു തേങ്ങ അടിച്ച് അന്വേഷണം തുടങ്ങാം. ഇതെന്റെ പോക്കറ്റിൽ പോ. പാവന്മാര് പോയില്ലേ? പോയല്ലോ. അയ്യോ, തൊലഞ്ഞു, ആകെ തൊലഞ്ഞു. ഒന്ന് കാര്യം പറ. എന്റെ മോളുടെ ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കൊടുത്തില്ലേ? അത് വേറെ കല്യാണാലോചനക്കാരുടെ ഫോട്ടോയാ. ആ ഹെഡ് കോൺസ്റ്റബിൾ ഇടിയൻ ലംബോദരൻ പിള്ളില്ലേ? നല്ല പൊട്ടാണി കുത്തുന്നേ. അയാളുടെ മോളുടെ ഫോട്ടോ അത്. ഇതാണ് എന്റെ മോളുടെ ഫോട്ടോ. അതെയോ? എന്നാ പിന്നെ ചേട്ടന് വലിയ ദോഷം വരില്ല. ഇപ്പൊ പിള്ളച്ചേട്ടന് എത്ര വയസ്സായി? ഈ മകരത്തിലേക്ക് 47 വയസ്സായി. അതെയോ? അങ്ങോട്ട് ഇടി കൊണ്ടിട്ടുള്ളവരൊന്നും 50 തേച്ച ചരിത്രമില്ല. അതുകൊണ്ട് ഇനിയുള്ള 3 കൊല്ലം വല്ല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച് നാമസങ്കീർത്തനങ്ങളായിട്ട് കഴിഞ്ഞൂല. ഇത് സ്നേഹം കൊണ്ട് പറയുന്നതാണ്. ഈ ഫോട്ടോന്റെ കാര്യം ഞാൻ ഏറ്റ്. 3 കൊല്ലം ഉള്ളൂ അല്ലേ? അതെ, ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ. 48, 49, 50, 3 കൊല്ലം. പാവം. ഈ ഫോട്ടോയിൽ കാണുന്ന രൂപസാദൃശ്യമുള്ള പെൺകുട്ടി ഇവിടെ അടിക്കടി വരാറുണ്ടോ? ഇല്ല. വല്ലപ്പോഴും വരാറുണ്ടോ? ഇല്ല. ഈ കുട്ടിയെ കണ്ടിട്ടേ ഇല്ല? ഇല്ല. കണ്ടിട്ടേ ഇല്ല? കണ്ടിട്ടേ ഇല്ല. എന്നാ ഞങ്ങൾ കാണാൻ വേണ്ടി നടക്കുകയാണ്. മോളെ, ഇനി ഒന്നുകൊണ്ടും പേടിക്കാനില്ല. നിന്റെ കല്യാണക്കാര്യം ആ ഭാർഗവൻ പിള്ള ഏറ്റിരിക്കുക. പോ അച്ഛാ, പബ്ലിക് റോഡിൽ വെച്ച് കല്യാണക്കാര്യം പറയാൻ അച്ഛന് നാണമില്ലല്ലോ. പോലീസിൽ ചേർന്നതിന് ശേഷം നാണമെന്ന വാക്കിന്റെ അർത്ഥം പോലും അച്ഛൻ മറന്നുപോയി. നിനക്കെന്തോ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? നീ അങ്ങോട്ട് കയറിക്കോ. ഞാനൊന്ന് മുറുക്കിട്ടെ വേഗം ഇങ്ങോട്ട് പോരാ. അതിങ്ങോട്ട് ഫോട്ടോ. നിങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ്. ഞങ്ങൾക്ക് ഈ ഐറ്റം അല്ലേ വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് ഈ ഐറ്റമാണ്. This girl missing here, wanted, and we are from the private detective agency. I am Chand and he is Karam Chand. This girl is missing and we are tracing. With your permission, we are taking. Of course, you thank can. you, sir. Thank you.
പോലീസ് എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഇതിനൊക്കെ തപ്പിയെടുക്കാൻ ഞങ്ങളുടെ ടാക്സി പിടിക്കണോ? നിന്നെ രണ്ടിനെ ഇന്ന് ശരിയാക്കിട്ടോ. മേലാൽ എന്റെ അനുവാദം ഇല്ലാതെ ഒരു കേസ് ഏറ്റെടുക്കണ്ട, മനസ്സിലായില്ലേ? മൈൻഡ് യു, ദിസ് ഇസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഒരബദ്ധം പറ്റിപ്പോയതാണ് സാർ. സോറി സാർ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. അബദ്ധം പറ്റിയത് നിങ്ങൾക്കല്ല, എനിക്കാണ്. ഒരബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റും സാർ. ഇതാണ് സാർ ഞാൻ പറഞ്ഞ ഋഷി മേനോൻ. ഓഹോ, ഇരിക്കൂ. താങ്ക് യു സാർ. നിങ്ങളുടെ ഡിറ്റക്റ്റീവ് ഏജൻസിയെ കുറിച്ചുള്ള വിവരങ്ങൾ ജീവനാണ് എനിക്ക് തന്നത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ നിങ്ങളുടെ ഏജൻസിക്ക് ഇതുവരെ കാര്യമായ അസൈൻമെന്റ് ഒന്നും കിട്ടിയിട്ടില്ല. Am I right? I am going to give you an assignment. Politics is the last refuge of a scoundrel എന്ന ചൊല്ലിനോട് ഋഷി യോജിക്കുന്നുണ്ടോ? ഋഷി യോജിച്ചാലും ഇല്ലെങ്കിലും ശരി, എനിക്കതിനോട് യോജിപ്പില്ല. രാഷ്ട്രീയത്തിൽ മോഹഭംഗം സംഭവിച്ച ഒരാളുടെ ജൽപ്പനമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. ചുരുക്കി പറയാം, രാഷ്ട്രീയം ജനസേവനത്തിനുള്ള ഒരു മാർഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓഫ് കോഴ്സ് ഞാൻ അധികാരം ഇഷ്ടപ്പെടുന്ന ആളാണ്. ചെയ്യുന്ന സേവനത്തിന് അംഗീകാരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത് ഈ ലോകത്ത്? പക്ഷെ അധികാര കസേരയിൽ ഇരുന്ന് സ്വന്തം കീശ വീർപ്പിക്കാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഐ എം കമ്മിങ് ടു ദ പോയിന്റ്. പാർട്ടിയിൽ ഞാൻ ഇന്ന് എൻജോയ് ചെയ്യുന്ന പൊസിഷനിൽ അസൂയമൂത്ത് ജോർജ് ജോസഫ് എന്നൊരു ഡിസ്ട്രിക്ട് കമ്മിറ്റി സെക്രട്ടറി എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവസരവാദ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് അവന്റെ ഗ്രൂപ്പിൽ മുഴുവൻ. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സാർ ഇതുവരെ പറഞ്ഞില്ല. ആ പറയാം. ജോർജ് ജോസഫിന് മയക്കുമരുന്നിന്റെയും സ്മഗ്ലിങ്ങിന്റെയും സ്പിരിറ്റിന്റെയും റാക്കറ്റുകളുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് വിശ്വസനീയമായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന കാശുകൊണ്ട് പാർട്ടിയിൽ അയാളുടേതായ ഒരു ലോബി ഉണ്ടാക്കാനാണ് ശ്രമം. അധോലോകവുമായി ജോർജ് ജോസഫിന് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകൾ ഋഷി സംഘടിപ്പിക്കണം ത്രൂ ഷാഡോയിങ്. അതിന് എത്ര ഫീസ് വേണമെങ്കിലും ഋഷിക്ക് ചാർജ് ചെയ്യാം. റിമെമ്പർ, ഇറ്റ് വിൽ ബി എ സോഷ്യൽ സർവീസ്. ഐ ആം പ്രിപ്പയർഡ് ടു ടേക്ക് അപ്പ് യുവർ കേസ് സർ. വെരി ഗുഡ്. രാഷ്ട്രീയ കളരിയിൽ മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തിയിട്ട് ഓടുന്നവരെയും തട്ടിപ്പറിച്ചിട്ട് ഓടുന്നവരെയും മര്യാദ പഠിപ്പിക്കാൻ ഒരു സംവിധാനം ഉണ്ടാകണം. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു സർ. പ്രൈവറ്റ് ആയുടെ ആദ്യത്തെ ദൗത്യമാണിത്. ഐ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. സാറെത്തിയല്ലോ. സുന്ദരനല്ലേ ജോർജ്? ഇങ്ങനെ നക്കി കൊല്ലുന്നതിലും ഭേദം കുത്തി കൊല്ലടാ. സുഖമാണ് സാറേ. എടാ തെണ്ടി, നിന്നെ ഈ MP കസേരയിൽ നിന്ന് ഇറക്കിയല്ലാതെ എനിക്ക് എന്ത് സുഖം. ഞാനും പാർട്ടി സെക്രട്ടറിയും കൂടെ ഇന്നലെയും ജോർജിന്റെ കാര്യം സംസാരിച്ചു. നിന്നെ ഒതുക്കിയില്ലെങ്കിൽ പാർട്ടിക്ക് കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാ. സാറിന്റെയൊക്കെ സപ്പോർട്ട് കൊണ്ടാ ഞാൻ ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നത്. എടാ കഴിവരടാ മോനെ, നീ എനിക്കെതിരെ പലയിടത്തും പാര വയ്ക്കുന്നുണ്ടെന്നുള്ള വിവരം എനിക്കറിയാം. പക്ഷെ ഒന്നും ചെലവാകാൻ പോകുന്നില്ല. നിന്നെപ്പോലെ 10 MP-മാരെ വിലയ്ക്ക് വാങ്ങാനുള്ള കാശ് ഈ ജോർജ് ജോസഫിന്റെ കയ്യിലുണ്ട്. വല്ലതും പറഞ്ഞു? ഒന്നുമില്ല. എങ്കിൽ വാ, അല്പം ഇരുന്നിട്ട് പോവാം. ഞാനിപ്പോ വരാം. ശരി സാർ. 1403 എന്താ അത്? ആ കരഞ്ചന്തുകാരെ എവിടെ പോയി? അവര് ചേട്ടന്റെ മോളെ തപ്പി ഇറങ്ങിയിരിക്കല്ലേ? എന്താ? എന്നാലേ ഇനി തപ്പണ്ടാന്ന് അവരോട് പറഞ്ഞേക്ക്. എന്റെ മോളെ കിട്ടി. എവിടെ ഉണ്ടായിരുന്നു? അവളെ യൂണിവേഴ്സിറ്റി ടെസ്റ്റ് എഴുതാൻ വേണ്ടി കൊടൈക്കനാലിലേക്ക് പോയിരിക്കായിരുന്നു. പഠിക്കാൻ നല്ല മിടിക്കുക. അപ്പൊ വീട്ടിൽ പോലെ ടെസ്റ്റ് ചെയ്താല്? ആ, അതൊക്കെ ഇപ്പോഴത്തെ ഫാഷൻ അല്ലേ. ഇങ്ങനെ ഫാഷൻ ഉള്ളതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടാവോ? ഇല്ലല്ല. എന്താ? കുറച്ച് സ്വീറ്റ്സാ. മോളെ തിരികെ കിട്ടി. എന്റെ സന്തോഷാണേ. അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. പറ്റില്ല. അതെ, മോളുടെ ഫോട്ടോ ഇങ്ങോട്ട് തിരിച്ചു തരണേ. ഏറ്റു, ഞാൻ ഏറ്റു. നല്ല മനുഷ്യനാണ്. മകളുടെ പോക്ക് ഇതാണെങ്കിൽ ഈ തന്ത സ്വീറ്റ്സ് വാങ്ങി തിണ്ടല്ലോ ഭഗവാനെ.